ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയൊന്നുമില്ല, എല്ലാ ദിവസം 5:30 പോകാം. പിന്നെ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നീട് ട്രെയിനിങ് തീർന്നതിന് തൊട്ട് പുറകിലായിരുന്നു നമ്മുടെ 10th ആനിവേഴ്സറി കമ്പനിയുടെ. അത് ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെയുള്ള മാനേജേഴ്സിനെ ഡയറക്ടേഴ്സിനെ ആരെയും പേഴ്സണലായിട്ട് അറിയത്തില്ല. ആദ്യം ജെൻസാറിനെ അറിയാം. ജെൻസാറിനെ ആണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ 7 പേര്, അവസാനം 7 പേരായിരുന്നു ട്രെയിൻ കഴിഞ്ഞപ്പോൾ. ആ 7 പേര് ഒന്നിച്ചിരുന്നൊരു ഞങ്ങൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞ് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പരിപാടി ആയിട്ടു. ഒരു ഡാൻസ്, ഒരു പാട്ട്, ഒരു സ്കിറ്റ്. ആ സ്കിറ്റിനകത്ത് ജനസാറിനെ പേടിയായിരുന്നിട്ട് പോലും ഞങ്ങൾ 7 പേര് ഒന്നിച്ചാണ് സ്ക്രിപ്റ്റ് എഴുതിയോണ്ട് അപ്പോഴത്തേക്ക് ആ പേടിയൊക്കെ പോയി. ആ സ്കിറ്റിനകത്ത് മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് വിചാരിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കത്തില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതുവരെ ഞങ്ങൾക്ക് 2.5 വർഷമായിട്ടും ആ ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ സമയത്ത് എങ്ങനെയൊക്കെയോ വന്നതൊക്കെ ചെയ്തു. പിന്നെ 5ാം ക്ലാസ്സിന് ശേഷം ആദ്യമായിട്ട് അന്ന് സ്റ്റേജിൽ കയറാൻ പറ്റി. അതാണ് ഹൈലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ശരിക്കും ഷോക്കായി പോയി. എൻ്റെ പ്രോജക്റ്റ് ട്രെയിനിങ് പ്രോജക്റ്റായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരിക്കും, അത് 4-5 പേരുണ്ടായിരിക്കും. ഞാൻ അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പോലും ഉപയോഗിച്ചിട്ടില്ല, പ്യുവർ വൈറ്റ് ആണ് സംഭവിച്ചത് എന്നെ. പക്ഷേ എനിക്ക് ഡിസൈനാണ് തന്നത്. സംഭവിച്ചതെന്നാണ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പറഞ്ഞത്. ജനിസാറ് ടെസ്റ്റിംഗ് ടീമിനെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഐയിൽ ടെസ്റ്റ് ചെയ്തതായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിട്ട് ഐയിൽ എന്തായാലും പൊട്ടും. ഞാൻ ഡിസൈനേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഐയിൽ എൻ്റെ പൊട്ടിയില്ല. അങ്ങനെ ഞാൻ ഡിസൈനറായി. പറഞ്ഞു വരുന്നത്. പിന്നെ പ്രതിഭയുടെ പറയാനുള്ള പോലെ എനിക്ക് ആ സമയത്ത് ഫ്ലോട്ട് ലെഫ്റ്റ് എന്താണെന്ന് പോലും അറിയത്തില്ല. ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ തുടങ്ങുന്നത് അശ്വതി ചേച്ചിയാണ് ബേസിക് തൊട്ട് പറഞ്ഞു തരുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന അശ്വതി ചേച്ചിയോടാണ്, അശ്വതി HS. പിന്നെ അശ്വതി ചേച്ചി പോയപ്പോഴേക്കും കറാടോട്ട എൻ്റെ കൈ വന്നു. കറാടോട്ട 1 വർഷത്തോളം ഉണ്ടായിരുന്നു, വെങ്കിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. വെങ്കിച്ചേട്ടൻ ഒരു സീനിയർ ആണെന്നുള്ള ഒരു നിലയിലൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല, വളരെ ഫ്രീ ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 6 മണിക്ക് വീട്ടിൽ പോകുക എന്നുള്ളതാണ്. ആ 1 വർഷം വെങ്കിച്ചേട്ടൻ്റെ കൂടെ 6 മണിക്ക് വീട്ടിൽ പോകാൻ പറ്റി, അതാണ് എൻ്റെ. പിന്നെ അത് കഴിഞ്ഞപ്പം നിവിൻചേട്ടനോട് വന്നു. നിവിൻചേട്ടനോട് 3 മാസമേ പ്രൊജക്റ്റ് വർക്ക് ചെയ്തുള്ളൂ. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഈ ജോലി കിട്ടിയത് തന്നെ അതിൽ നിന്ന് പഠിച്ചുള്ള കാര്യങ്ങളാണ്, അത് ഉറപ്പാണ്. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഇവിടുത്തെ തലതൊട്ടപ്പനായ ഡിസൈനർ അനുവേട്ടൻ അണ്ടർവെയറിൻ്റെ ആ സമയത്താണ്. അതുവരെ അനുവേട്ടനകത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അനുവേട്ടൻ ഭയങ്കര ഫ്രീ ആണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്ത് തീരത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അനുവേട്ടൻ തന്നെ എഴുതി ചെയ്തോണ്ട് രാത്രിയിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അനൂപ് സാറിൻ്റെ പ്രൊജക്റ്റ് തന്നെ വന്നു. തുടക്കത്തിൽ ഞാൻ യൂബിസ്റ്റോ അനൂപ് സാറിനോടാണ് ചെയ്തത്. അവസാനം തീരുന്ന നിയോലോജിക്സ് ഇന്ത്യയിലെ സൈറ്റും UAE സൈറ്റും ഡിസൈനും അതും അനൂപ് സാറിൻ്റെ അണ്ടറിൽ തന്നെ വന്നു. അങ്ങനെ ഇവിടുത്തെ അധ്യായം കഴിഞ്ഞു. ഇനി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുമായിട്ടും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട 3 പേരാണ്. അതിൽ ഒന്ന് ഈ ക്യാമറ അടിക്കുന്ന ശിവയാണ്. പിന്നെ 2 പേര് പൊതുപാടും രഞ്ജിത്ത് വൈ എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഇപ്പം എറണാകുളത്തുണ്ട്. പല വിഷയങ്ങളിൽ ഒരേ രീതിയിൽ ചിന്തിച്ചു പോകുന്ന 4 പേര്, അതാണ് ഞങ്ങൾ 4 പേർ. അതിൽ 3 പേര് കൊല്ലംകാരാണ്. അങ്ങനെ വളരെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഞങ്ങൾ കൃത്യം 12 മണിക്ക് ചോറിനാൻ പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പോഴേക്ക് സംസാരിച്ച് കഴിയുമ്പോഴത്തേ അത്ര സമയമാവും. ആഗോള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും രാഷ്ട്രീയമാണ് ഞങ്ങളുടെ ആയുധം. പിന്നെ അങ്ങനെ ശിവയെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ശിവയെ തന്നെ ആയിരിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. എല്ലാവർക്കും നന്ദി.